നമസ്കാരം സാർ. നമസ്കാരം. എവിടെ നിന്ന് വരുന്നത് സാർ? ഞാൻ കണറമുക്കിൻ്റെ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ആവശ്യം? എനിക്ക് ഒരു വീട് വെക്കണം. ശരി. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 25 സെന്റ്. 25 സെന്റ്. ഞാൻ റോഡ് വെക്കിന് NHന്റെ റോഡ് വെക്കിന് ഒരു സ്ഥലം ഉണ്ടായി. ഞാൻ ശ്രദ്ധിച്ചു. 1.5 കോടിക്ക് വിറ്റു. നമ്മൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പൊ സാറിനുള്ള ഒരു ആവശ്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നിട്ട് നല്ല അടിപൊളി വീടായിരിക്കണം. ഒരു 4 ബെഡ്റൂം വേണം. നല്ല സൗകര്യമുള്ള ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം, വിശാലമായ ഡൈനിങ്, സ്വിമ്മിംഗ് പൂൾ വേണം. സ്വിമ്മിംഗ് പൂൾ വേണം. താഴ്ത്താം. നമുക്കത് പ്ലാൻ ചെയ്തിട്ട് ഒരുക്കാം. നല്ല അടിപൊളിയായിരിക്കണം. അതുപോലെ പിന്നെ തോട്ടം ഇതൊക്കെ ഉണ്ടാക്കാൻ, പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്ത പല ഡിസൈൻസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വീടുകളുണ്ട്. സാർ വേണമെങ്കിൽ പോയെന്ന് കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ട ഡിസൈൻ പറഞ്ഞാൽ നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ബഡ്ജറ്റ് സാറിന്റെ കയ്യിലുള്ളത്? 1.5 കോടി. 1.5 കോടി. അപ്പൊ ഈ 1.5 CR നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടില് ടോട്ടൽ എത്ര പേരാണുള്ളത്? 2 പേര്, ഞാനും ഭാര്യ. രണ്ടുപേരാ? അപ്പൊ 4 ബെഡ്റൂം പറഞ്ഞു. അത് മാറി മാറി കിടക്കാലോ. അപ്പൊ സാറിന് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? എനിക്ക് 75. വൈഫിനാ? 69. ഞാൻ ചോദിച്ചത് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഈ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഒരു 100-150 കൊല്ലം 2-3 തലമുറകൾ യൂസ് ചെയ്താലേ നമുക്ക് ഇതില് മുതലാവുള്ളൂ. ഇത്രയും ഫണ്ട് മുടക്കി നമ്മളൊരു ബിൽഡിംഗ് കെട്ടുകയാണല്ലോ. അത് ഞങ്ങളുണ്ടല്ലോ. ഉണ്ട്, നല്ലത് തന്നെ. നമുക്ക് ചെയ്യാം. നമ്മുടെ ആഗ്രഹം സാധിക്കാനാണല്ലോ നമ്മൾ പൈസ ചെലവാക്കണം. അപ്പൊ സാർ ഒരു പണി ചെയ്യും, എന്റെ വാട്സപ്പിൽ ആ സ്കെച്ച് ഒന്ന് അയക്ക്. ഞാൻ ഡിസൈൻ ഇതാക്കിയിട്ട് സാറിനെ വിളിക്കാം. അപ്പൊ ഏത് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്താൽ നമുക്ക് ഉടനെ നിർമ്മാണം തുടങ്ങാം. സ്കെച്ച് നമ്മൾ ഉണ്ടാക്കണം. ഭൂമിയുടെ സ്കെച്ച് തരണം. ഞാൻ അതിൽ ഡിസൈൻ ഉണ്ടായി. ഇപ്പൊ 4 ബെഡ്റൂമും സ്വിമ്മിംഗ് പൂളും സംവിധാനവും ലാൻഡ്സ്കേപ്പും ഒക്കെ വെച്ചിട്ട് സാർ ആഗ്രഹിക്കണ, സാർ സ്വപ്നം കണ്ട വീട് അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് തരും. സാർ ഒരു ബുദ്ധിമുട്ടും വേണ്ട, താക്കോൽ അങ്ങോട്ട് തരും. ഉടുത്ത തുണിയായിട്ട് വന്ന് കയറി താമസിക്കാം. എല്ലാ സംവിധാനവും ഉണ്ട്. സന്തോഷം. ശരി, ഓക്കെ. പണി തീരുന്നവരെ 2 ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ല ഞാൻ എടുക്കേണ്ടി വരും. നമസ്കാരം. ഇരിക്കും മാഡം. ഞാൻ മന്മഥൻ വിളിച്ചിരുന്നു. പറഞ്ഞിരുന്നു. അപ്പൊ വീട് വെക്കാൻ ബേസിലിന്റെ വീട് കണ്ടിരുന്നു. നന്നായിട്ടുണ്ട്. ഞാനാ ചെയ്തത്. പറഞ്ഞു. അപ്പൊ അത് എല്ലാം നല്ലതായിട്ടാണ്. അപ്പൊ ഞങ്ങള് ഒരു ചെറിയ പരിപാടി ഇങ്ങനെ തുടങ്ങാനുള്ള. പിന്നെ നമുക്ക് സെറ്റ് ആക്കാല. സാർ എവിടെ വർക്ക് ചെയ്യണ? ഞാൻ ദുബായിലാണ്. ഓക്കെ. ഇതാണല്ലേ? എത്ര സെന്റാണ്? അതാ പ്രശ്നം, നമുക്കിപ്പോ സ്ഥലം കുറവാ, 5 സെന്റേ ഉള്ളൂ. ചെറിയ പ്ലോട്ടുകളിൽ ഒരുപാട് ഡിസൈൻ ഇവിടെ ചെയ്തതുണ്ട്. അത് തന്നെ അഡോപ്റ്റ് ചെയ്യണ്ട, അതിലെ സംവിധാനങ്ങളൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഷർട്ട് ഇട്ടോണ്ടിറങ്ങുമ്പോൾ അതേ ഷർട്ട് ഇട്ട് പലരും ഡിസൈനിൽ പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് അത് വരാണ്ട് നമ്മുടെ ഉള്ള സ്ഥലത്ത് വൃത്തിയായിട്ട് എല്ലാ സംവിധാനങ്ങളും പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. നല്ലൊരു ഇവിടെ എങ്ങനെ കാണാത്തൊരു മോഡൽ ഡിസൈൻ കിട്ടിയെന്നുള്ള. ഇത് ഇത്തിരി ഷേപ്പ്ലെസ് ആണല്ലോ സ്ഥലം കിടക്കുന്നത്. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. പൊക്കം കാണിച്ചിട്ടുണ്ട് ഇതില്. 2.5 മീറ്റർ മുകളിൽ ഹൈറ്റ് ഉള്ളൊരു ഇതാണ്. അത് നമുക്കൊരു പണിയാണ്. അത് ലെവല് ചെയ്തിട്ട് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഭൂമി ഇടാം. ഒരു 30 സെന്റിമീറ്റർ ഒക്കെ പൊക്കം കുഴപ്പമില്ല. ചെറിയ ഹൈറ്റ് വേണം. റോഡിന്റെ മട്ടത്തിൽ അറിയാതെ കുറച്ച് ഹൈറ്റിൽ കിട്ടിയ അല്ല, റോഡിൽ നിന്ന് ഒരു 30 സെന്റിമീറ്റർ പൊക്കിയിട്ട് നമുക്കിപ്പൊ കുന്നുപോലെ കിടക്കുന്നത് നിരത്തി ഫ്ലാറ്റ് ആക്കാം. ഫ്ലാറ്റ് ആക്കി 5 സെന്റ് നല്ല പ്ലെയിൻ ആക്കി ഇട്ടിട്ട് നമുക്ക് അതില് പ്ലാൻ സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഈ മണ്ണ് മാറ്റിയിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാൻ അടുത്ത് അവിടെ ഇട്ടാലും നമുക്ക് ആകെ 5 സെന്റല്ലേ ഉള്ളൂ. മണ്ണ് ഇത് തെരഞ്ഞു വരുമ്പോ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഈ പണിക്ക് ഒരു തടസ്സം വരും മണ്ണ് കിടന്നാലേ. അപ്പൊ നമുക്കൊന്ന് തൊട്ടപ്പുറത്ത് അയൽവക്കത്തെ എവിടെയെങ്കിലും. നമ്മുടെ അപ്പുറം ഇപ്പുറം പറഞ്ഞാൽ പുതിയ വീടുകൾ വെച്ചതാണ്. അപ്പൊ അവരൊന്നും അവിടെ നിന്ന് മണ്ണം കൊണ്ടിട്ടാനുള്ള സ്ഥലമില്ല. എല്ലാം ഈ 5 സെന്റ് 6 സെന്റിലുള്ള വീടുകളാണ്. നമ്മുടെ സുഖദേട്ടന്റെ ഓപ്പോസിറ്റ്, റോഡിന്റെ ഓപ്പോസിറ്റ് സാറേ, നമുക്കേ കാര്യം 5 സെന്റിലുള്ളൂ കുന്നെങ്കിലും കുന്നിടിക്കുമ്പോ ഒരുപാട് മണ്ണുണ്ടാവും. നമുക്ക് അയാളോട് ഒരു കൺസെന്റ് ചോദിച്ചാൽ തരും. പുള്ളി വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് തെറ്റാണ്.
ഇന്ന് തന്നെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഏട്ടാ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നൊക്കെ ഇത്ര വലിയ തെറ്റാണോ? നിങ്ങൾ പകല് ബർത്ത്ഡേ ആഘോഷിച്ചോ? നിങ്ങൾ എന്തിനാ രാത്രി ബർത്ത്ഡേ ആഘോഷിച്ച്? ചേട്ടാ പകല് കോളേജിൽ പോണ്ടേ നമുക്ക്? ശരി, രാത്രി നിങ്ങൾ ആഘോഷിച്ചോ, അതിൽ കുഴപ്പമില്ല. പെൺകുട്ടികളെ എന്തിനാ വിളിച്ചേറ്റി? അവര് നമ്മളെ ഫ്രണ്ട്സാണോ? ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ രാത്രി നേരത്ത് 4-5 ആൺകുട്ടികളുള്ളടത്ത് പെൺകുട്ടികളെ വിളിച്ചേറ്റേ. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? എന്തൊക്കെ ചെക്കന്മാരങ്ങൾ ഈ പറയുന്നത്? 4-5 ചെക്കന്മാർക്ക് റൂമും തന്നിട്ട് അവിടെ രാത്രി പിറന്നാളാന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വിളിച്ച് കയറ്റിട്ട് രാവിലെ ഇറക്കി വിടാ. ഇത് അതിനൊന്നും പറ്റിയ സ്ഥലമല്ല. ഇന്നറിയിക്കോണം അവിടുന്ന് ഉള്ള തെണ്ടിത്തരം ചെയ്തിട്ട് ന്യായീകരിക്കാൻ നിൽക്കണ. ചേട്ടാ നമ്മള് ഭയങ്കര സൗഹൃദത്തിലെല്ലാരും. ആ സൗഹൃദമൊക്കെ നിങ്ങൾ പറയും, അതൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല. ഒന്നാമത് ഞാനത് വിറ്റിട്ട് എങ്ങടേലും പോകാൻ വേണ്ടിയിരിക്കാം. നാളെ തന്നെ, ഇന്ന് പോട്ടെ, ഒരു മനസാക്ഷിയുടെ പേരില് നാളെ തന്നെ ഇറങ്ങിക്കോണം. ഇന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കിക്കോ. നിങ്ങളുടെ തോന്നിയാസത്തിന് പറ്റിയ സ്ഥലം എവിടെ കിട്ടുവെച്ചാൽ അവിടേക്ക് പൊക്കോണം. ഇത് അധികം സംസാരിച്ച സമയം കളയണ്ട. സുഗതന്റെ വേറൊരു മുഖം ഉണ്ട്, അത് നിങ്ങൾ കണ്ടുവരും. പൊക്കോ. ആഹാ, എന്താ വന്നതാ? വാ 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 കേറി. എന്താ അങ്ങനെ പോണു? ഇരിക്കി. എന്താ ഈ വഴിക്ക്? ഞാന് സുഖമായിട്ട് കാണാൻ വരുന്നത്. പിള്ളേരെന്താ പിരിവാന്ന? പിള്ളേരാ വായനശാലയുടെ അവിടെ ഒഴിഞ്ഞു നടക്കുന്ന വീടുണ്ടല്ലോ, അതില് താമസിക്കണവരാ, പഠിക്കണ പിള്ളേരാ. അതിലത്തെ 2 അത് ഒന്ന് പറയണ്ടെന്നേ. ഇന്നലെ രാത്രി ബീറടിയും ഏതൊക്കെ പെൺകുട്ടികളതിനൊക്കെ കൂടെ പഠിക്കണമെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് കയറ്റിയേക്കണ രാത്രി. ഇപ്പൊ ഇന്നത്തെ കാലത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആണും പെണ്ണും ഒക്കെ കണക്കാ സുഖേട്ടാ. ഇതിന് തലവേനയ്ക്ക് അങ്ങോട്ട് ഒഴിവായാ പോട്ടെ. അല്ല, ഈ ഗൾഫിൽ തന്നെ ഞാനൊരു 10 ദിവസമായി. ഈ മണ്ടുവിന്റെ ആഗ്രഹമാണല്ല നമ്മൾ ഈ മേടിച്ച സ്ഥലത്ത് വീട് വെക്കുക എന്നുള്ളതേ. അവിടെ അല്ലേ? അതെ. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാ ഞാന്. വീട് പണി തുടങ്ങണ്ടേ? ഒന്ന് ഫൗണ്ടേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കിട്ടണ വെച്ചിട്ട് അത് ചെയ്യാന്നുള്ള പരിപാടിയാണ്. കാശിന് കുറച്ച് ചെലവ് വരും. അത് 2 തട്ടായിട്ട് കിടക്കല്ലേ? ആ പൊന്തിക്കണ തട്ടില് മണ്ണ് മുഴുവൻ മാറ്റിയാലല്ലേ ഇപ്പൊ അവിടെ തറപ്പണി കിടക്കുള്ളൂ. ഞാൻ ആ കാര്യം ഒന്ന് സംസാരിക്കാനാണ് വന്നത് സുഹൃത്തേട്ടനോട്. അല്ല, പൊങ്ങി നിൽക്കണ ഭാഗം ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഇടിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമല്ലോ. അപ്പൊ ആ മണ്ണ് അവിടെ നിന്ന് ഇടിച്ച് സുഹൃത്തേട്ടന്റെ ഈ പറമ്പിലോട്ടൊന്ന് കൊണ്ടിട്ടാല് തിരിച്ച് ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാല് ഈ മണ്ണ് അതിനുള്ളിൽ കൊണ്ടിട്ട് ഫില്ല് ചെയ്യാലോ. അപ്പൊ അതിന് വേണ്ടിട്ടൊന്ന് എന്ത് ഞാൻ പറഞ്ഞില്ല, ഇതേ ഞാന് മകളുടെ അടുത്തേക്ക് പോവാ. ഇവിടുത്തെ സ്ഥലമൊക്കെ വിറ്റിട്ടേ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കി നടത്താൻ പറ്റില്ല, അവളുടെ കൂടെ അവിടെ കഴിയാച്ചിട്ടാ. അപ്പൊ ഇത് കച്ചവടമായി. 3 മാസം കഴിഞ്ഞ അഗ്രിമെന്റ് എഴുതും. 3 മാസം സമയമല്ലേ? എനിക്കൊരു 2 ആഴ്ച മതി സുഹൃത്തേട്ടാ. 2 ആഴ്ച ഫൗണ്ടേഷനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ആ മണ്ണ് തിരിച്ച് ഞാൻ അതിലോട്ട് ഇട്ടോളാം. അല്ല, 2 ആഴ്ച വേണമെന്നില്ല. അഗ്രിമെന്റ് എഴുതുന്നതിന് മുമ്പ് മണ്ണ് അതിനെന്താ? അത് അങ്ങനെ 2 എന്നുള്ളത് ചിലപ്പോൾ ഏറിയാൽ ഒരാഴ്ച എടുത്ത സമയം കൂടി, അത്രേ ഉള്ളൂ. എന്തായാലും 1 മാസത്തിനുള്ളിൽ ഞാനത് ക്ലിയർ ചെയ്തോളാം. അല്ല, അതിന് പ്രശ്നം ഉണ്ടല്ലോ. ഈ മെയിൻ റോഡ് ഇത് എങ്ങനെ പോവല്ലേ? ഈ മെയിൻ റോഡിന്റെ അപ്പുറത്തല്ലേ പന്റെ സ്ഥലം. എന്റെ വളപ്പാണെങ്കിൽ ഇപ്പുറത്തും. അതിനെന്താ? അപ്പൊ അവിടുന്ന് ആ മണ്ണ് ലോറിയിൽ ഇങ്ങോട്ട് അടിക്കണ്ടേ? അതിനെന്താ പ്രശ്നം? അപ്പൊ അതിന് പെർമിഷൻ എടുക്കണ്ടേ? അങ്ങനെ വേണോ? ചുറ്റുപാടും ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വിറ്റ് പോവാൻ തന്നെ തീരുമാനിച്ചു. ഏതെങ്കിലും ഒരുത്തൻ തോട്ടിട്ടിട്ട് ഇവിടെ എങ്ങനെ ഈ മണ്ണ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമപ്രകാരമാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതിപ്പോ സാങ്ഷൻ മേടിക്കണല്ലേ, അത് ഞാൻ വില്ലേജിൽ പോയിട്ട് ഞാൻ മേടിച്ചോളാം. ഇത് ഏത് കാലത്താ ജീവിക്കും? വില്ലേജിൽ നിന്നൊന്നല്ല അതിന് സാങ്ഷൻ കിട്ടുക, അത് ജിയോളജി പോയിട്ട് വേണം എടുക്കാൻ. അത് ജില്ലാസ്ഥാനത്ത് പോയിട്ട് ജിയോളജിയിൽ നിന്ന് അതിന്റെ അനുമതി മേടിച്ചിട്ട് വരണം. എന്നാലേ ലോറിയിൽ ഇങ്ങോട്ട് മണ്ണ് കടത്താൻ പറ്റും. ആ കടലാസ് വേണം. കുഴപ്പമില്ല സുഹൃത്താ, ഞാനത് ശരിയായിക്കോളാം. ശരി. ജിയോളജിയിൽ പോയിട്ട് ഞാൻ ആ പേപ്പർ ശരിയാക്കാം. സാറേ അവരിക്കും എന്താ? ഞങ്ങളൊരു വീട് വെക്കാനായിട്ടേ, ഞങ്ങളിവിടെ കുമ്പളത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു വീട് വെക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാ. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് പൊക്കമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അത് മണ്ണ് മാറ്റിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ. ശരി. അപ്പൊ മണ്ണ് മാറ്റണമെങ്കിൽ ഇവിടുന്ന് പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു അപേക്ഷ ഇവിടെ അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അപേക്ഷ എഴുതി പറയാനുള്ളതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതണം. എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ ഇവിടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിപ്പോൾ ഈ ലോറിയിൽ മണ്ണ് ഇങ്ങനെ അടിക്കാനുള്ള അതിന് അനുവാദമാണ്. അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് സ്ഥലമൊക്കെ ഒന്ന് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അതിനുള്ള പെർമിറ്റ് തരും. ധാതു ഗതാഗത പെർമിറ്റ് എന്ന് അതിന് പറയാ. എന്താ പറയാ?
സാധുവല്ല, ധാതു ഗതാഗത സാറേ ഇതിന്റെ വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ലോറിയിലും ഒരുപാട് ദൂരമൊന്നും മണ്ണടിക്കേണ്ടതില്ല. കാരണം ഞങ്ങള് മണ്ണ് ഇവിടുന്ന് എടുത്തിടുന്നത് തൊട്ട് അപ്പുറത്തെ ഞങ്ങളുടെ റോഡിന്റെ മറുവശത്ത് ഒരു 40 മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ. സുഗതൻ ഒരു ചേട്ടന്റെ വസ്തുവിലാണ് ഇടണത്. അതേ ഇതിപ്പോ 40 മീറ്റർ ആയാലും 400 മീറ്റർ ആയാലും നിയമമൊക്കെ ഒന്ന് തന്നെയാ അല്ല സാറേ? അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സ്ഥലം ഇനിയിപ്പോ സർക്കാരിന്റെ ഒക്കെ ഏതെങ്കിലും ലാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാവുന്ന, നമുക്ക് റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. അതെ, പിന്നെ സർക്കാരിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ മണ്ണിട്ട് നികത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അല്ല ഞങ്ങളെ അത് അങ്ങനെയല്ല സാറേ, ഞങ്ങൾ ഇപ്പൊ എടുത്തുകൊണ്ട് അവിടെ ഇടുമല്ലോ ആ മണ്ണ്. അത് ഞങ്ങൾ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ ഈ മണ്ണ് തന്നെ എടുക്കണേ. തിരിച്ചിടും. ഒരു കാര്യം ചെയ്യാം, അപ്പൊ നിങ്ങൾ ഈ അപേക്ഷ ഇവിടെ തന്നാൽ മതി. അപ്പൊ നമ്മൾ വന്ന് നോക്കിയിട്ട് ഈ ധാതു ഗതാഗത പെർമിറ്റ് തരും കേട്ടോ. പിന്നെ വേറെ 1-2 സംഗതിയും കൂടി ഉണ്ട്. പെർമിറ്റ് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് പാസിന്റെ ഒരു മോഡൽ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് തരും. അത് അപേക്ഷകൻ തന്നെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും DTP സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എത്ര ലോഡ് മണ്ണാണ് എടുക്കുന്നതെങ്കിൽ അത്രയും കോപ്പി എടുത്തു വെക്കണം. പിന്നെ നമുക്ക് ഇവിടെ ഈ കാർബൺ കോപ്പി പോലെയുള്ള സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും കൂടെ കയ്യിൽ വെക്കണം. എന്നിട്ട് എല്ലാം ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാങ്ഷൻ ആക്കി തരും. ഇനി അതിനകത്ത് നിങ്ങൾ വെക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇനി ഏന്ന് ചോദിക്കരുത് കേട്ടാ. ഇനി എഴുതി തരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണോ? പറഞ്ഞ പോരെ? അതിൽ അപേക്ഷകന്റെ പേര്, അഡ്രസ്, ഇവിടുന്ന് നമ്മൾ അനുവദിക്കുന്ന പെർമിറ്റിന്റെ നമ്പര്, തീയതി, വണ്ടിയുടെ നമ്പര്, എപ്പോ വണ്ടി പുറപ്പെടുന്നു, എപ്പോ അവിടെ എത്തിച്ചേരുന്നു, ഈ വണ്ടി സഞ്ചരിക്കുന്നതിന്റെ റൂട്ട്, മണ്ണിന്റെ അളവ്, തൂക്കം, ഇതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ മണ്ണടിക്കുന്ന സമയം അത് പ്രവൃത്തി ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി തുടരുത്, ചലിപ്പിക്കരുത്. അവധി ദിവസങ്ങളിലാണെങ്കിൽ മണ്ണടിക്കാൻ പാടില്ല. പിന്നെ വയൽ, നിലം, തണ്ണീർത്തടം, പുഴ, തോട്, വെള്ളം ഒഴുകിപ്പോകുന്ന ആ പ്രദേശങ്ങളിൽ ഒന്നും മണ്ണ് കൊണ്ടുപോയിട്ട് തട്ടരുത്. എങ്ങാനും നിയമവിരുദ്ധമായിട്ട് വല്ലതും ചെയ്തെന്ന് അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കേസാവും കേട്ടാ. അപ്പൊ അങ്ങനെ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ ഈ മണ്ണെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10-20 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാനാണ് എങ്കിൽ ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് മഴ പെയ്തു എന്ന് വിചാരിക്കുക, തീർന്നില്ല, അപ്പോൾ നമ്മൾ വിട്ടുപോകില്ലേ? അതേപോലെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി, റിപ്പയറൊക്കെ വന്നു, അല്ലെങ്കിൽ പണിക്കാരെ കിട്ടിയില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാലും പണി മുടങ്ങും. അപ്പോൾ ഈ 20 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ സംഗതികൾ തീരാതെ വരും. അങ്ങനെ തീരാതെ വന്നു കഴിഞ്ഞാൽ 21ാമത്തെ ദിവസത്തിലേക്ക് പോകരുത്. ഇവിടെ വന്നിട്ട് ആദ്യം അപേക്ഷ നൽകണം. അപ്പൊ അങ്ങനെയുള്ള സംഗതികളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ അവിടുന്ന് 250 ലോഡ് മണ്ണാണ് എടുക്കണമെന്ന് വിചാരിക്കുക. അത് 770 മെട്രിക് ടണ്ണാണ്. അപ്പൊ ട്രഷറിയിൽ ഒരു 30,000 റുപ്യ റോയൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. അപ്പൊ സ്ഥലം കണ്ടിട്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കണക്ക് നോക്കിയിട്ട് പറയാം സാറേ. ഞങ്ങളെ ഒരു ലോറിയുടെ ഒരു ഡ്രൈവറെ ഞാൻ വിളിച്ച് കാണിച്ചപ്പോൾ ഒരു 150 ലോഡൊക്കെ വരുള്ളൂ എന്നാ പറഞ്ഞത്. 150 ലോഡ് ഉള്ള മണ്ണ് അത് പറയാൻ പറ്റില്ല. സ്ഥലം കണ്ടിട്ട് തീരുമാനിക്കാം. നോക്കട്ടെ, അത് ഞങ്ങൾ വന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ നിങ്ങളിപ്പോ കൊണ്ടുപോയിട്ടിട്ടുള്ള മണ്ണില്ലേ, അതിപ്പോ നിങ്ങൾക്ക് തിരിച്ചു വേണോ? വേണം. അപ്പൊ തിരിച്ചിങ്ങോട്ട് എടുക്കണ്ടേ? അപ്പൊ അത് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ഇവിടെ നേരത്തെ തന്നതുപോലെയുള്ള അപേക്ഷ നമുക്ക് വേറെ സെപ്പറേറ്റ് തരണം കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് വീണ്ടും ആ സ്ഥലമൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അതിന് പെർമിറ്റ് തരും കേട്ടോ. ധാതു ഗതാഗത പെർമിറ്റ് എന്നതിന് പറയാ. എന്താ പറയാ? ധാതു ഗതാഗത പെർമിറ്റ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ GPS ഉപയോഗിക്കുന്ന സർവേയർമാർ കാണും. അവരെടുത്ത് പോയിട്ട് നിങ്ങൾ ഈ മണ്ണെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ അക്ഷാംശവും രേഖാംശവും രേഖപ്പെടുത്തണം. അത് നമുക്കിവിടെ ഫയലിൽ വെക്കാനുള്ളതാണ് കേട്ടാ. ഇല്ല, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കറിയാം, അവർ ചെയ്തോളും. പിന്നെ വേറെന്താ? ആ ലോറിയിൽ കൊണ്ടുപോകുമ്പോഴേ ലോറിന് മേലെ ടാർപോൾ ഇടേണ്ട കാര്യം. നിങ്ങൾ മണ്ണെടുക്കുമ്പോ മണ്ണെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടില്ലേ,
ഇങ്ങനെ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അതിന്റെ മുകളിൽ പാറി പറത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ലോറിയുടെ മുകളിൽ ടാർപോളിന് ഇടണം. അത് പോകുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് അതുപോലെയുള്ള വാഹനങ്ങൾക്ക് വീട്ടുകാർക്കൊന്നും ഒരു നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേസാവും.